ജോബിയുടെ ചാനൽ കണ്ടോണ്ടിരിക്കും. അപ്പോൾ ജോബിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. എനിക്കൊരു ഗിഫ്റ്റ് തരാൻ തോന്നി. എന്താണ് നോക്കട്ടെ? അതൊരു 3000 രൂപയുടെ. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഇതുവരെ നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് നമ്മുടെ GoPro 8 ആയിരുന്നു. അത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ 9, 10 ഇറങ്ങിയതിന് ശേഷം 11 ഇറങ്ങിയിരിക്കുകയാണ്. അതായത് GoPro 11 ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്തുള്ള ക്യാമറ സ്കാനിലാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിരുന്നു നമ്മൾ GoPro 11 മേടിക്കുക എന്നുള്ളത്. 10 ആയിരുന്നു പ്ലാന്. 10 എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ശരിക്കും 11 ഇറങ്ങിയത്. എൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ അമ്മ തന്ന പൈസയും കൊണ്ടാണ് നമ്മൾ GoPro 11 മേടിക്കുന്നത് എന്നുള്ളതാണ്. കുറേ നാളത്തെ ആ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ്. ജോബിയുടെ ചാനൽ കണ്ടോണ്ടിരിക്കും. 11 രാവിലെ ഇന്നത്തോട്ട് ഇടുക്കിന്നൊക്കെ വിളിച്ച് രാവിലെ ബൈക്കിൽ വെക്കാൻ ചെറിയൊരു ബൈക്കിൽ വെക്കാൻ ഹെൽമെറ്റ് വെക്കാൻ വേണമെന്ന് പറഞ്ഞ ചെറിയ നല്ല വെക്കാം. അതൊക്കെ കുഴപ്പമില്ല. നല്ല ആക്ഷൻ ക്യാമറ അല്ലേ. ഹീറോ ഏതാ? 6 അല്ല, ഹീറോ ഫസ്റ്റ് വേരിയന്റ്. ഫസ്റ്റ് 4K അല്ല. ഇത് പിന്നെ റേറ്റ് വരും 6 അല്ലേ? 6000 രൂപയുടെ GoPro. അടുത്ത സോണിയുടെ സൂമിങ്. അത് ഈ GoPro മേടിച്ചതിനോട് ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സൂം ചെയ്ത് വീഡിയോ എടുക്കാം. ഇതെന്നാ റേറ്റ് വരുന്നത്? ഇതാണെങ്കിൽ 19,000. ലൈവ് ഒക്കെ ചെയ്യാൻ പറ്റും. ലൈവ് സ്ട്രീമിങ് പറ്റും. ഇതെന്താ അതെന്താ സംഭവം? അത് സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹാൻഡിക്കാണ്. ഓ, തീരെ ചെറുതാണല്ലോ. 10,000 അത്രയൊക്കെ. അതല്ലേ? ഇത് സൂമിങ് ആണോ? ഉണ്ട്, സൂം ഉണ്ട്. 10x ഉണ്ട്. 10x ഒപ്റ്റിക്കൽ സൂം അല്ലേ? പിന്നെ നമ്മുടെ DSLR ഒക്കെ എന്നാ റേറ്റാണ് വരുന്നത്? DSLR ഒക്കെ വ്ളോഗിങ്ങിനാണെങ്കിൽ നമ്മുടെ സോണി ഉണ്ട്. ഇത് സെക്കൻഡ് അല്ലേ? സെക്കൻഡ് വാറണ്ടി ഉള്ള CV1. ഇതെന്ത് റേറ്റ് വരും? ഇതിന് വന്നിട്ട് 48,000 34,000 തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരും. ഫ്രഷ് അപ്പോൾ ഇതിന് എന്ത് വരും? 65 രൂപ 65 റേറ്റ് വരും. ഇത് നമ്മുടെ വാറണ്ടിയാണ്. ഓക്കെ. വേറെ ഏതാ ഉള്ളത്? വ്ളോഗിങ്ങിനുള്ള ക്യാമറകളൊക്കെ വേറെ ഏതാ? പിന്നെ RX10 Mark II സോണി. ഇത് ആദ്യം ഇറങ്ങിയ സംഭവം. RX10 ഇത് നല്ല വ്ളോഗിങ് ക്യാമറ തന്നെയാണ്. D2 കാറ്റഗറി ഫുൾ HD വീഡിയോ വരുന്നതാണ്. അതെ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ സോണിയാണ്. ഇത് എന്താ റേറ്റ് വരുന്നത്? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 26,000 രൂപ അല്ലേ? ശരിക്കും 49 രൂപ വരെയുള്ള ക്യാമറ വരുന്നത്. അപ്പോൾ ജോബിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. എനിക്കൊരു ഗിഫ്റ്റ് തരാൻ തോന്നി. എന്താണ് നോക്കട്ടെ? അതൊരു 3000 രൂപയുടെ അടിപൊളി ബാഗാണ്. അടിപൊളി GoProയുടെ അടിപൊളി ബാഗ്. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ബാഗാണ്. ജോബി റെക്കമെൻഡ് ചെയ്യണം. ജോബിയുടെ ഓരോക്കെ വരുന്നവർക്ക് ഓരോ ബാഗ് കൊടുക്കുന്നത്. അടിപൊളി. ഓക്കെ. അടിപൊളി ബാഗ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കൊക്കെ GoProയുടെ ഒരു ബാഗ് എത്ര രൂപ പറഞ്ഞാൽ 3000 രൂപ വില വരുന്ന ബാഗ് ഫ്രീ ആയിട്ട് തന്നായിരിക്കും. ഓക്കെ. അതെ, ഇതിന് വലിയ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രമേ. പിന്നെ ഫുൾ ഫ്രെയിം കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 5D Mark III എന്ന് പറയുമ്പോൾ ജസ്റ്റ് 50,000 ഷട്ടർ ആയിട്ടുള്ളൂ. കാരണം 5D Mark III ഇത് എന്ത് റേറ്റ് വരും? നമ്മൾ DSLR ഏത് റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏറ്റവും ബേസിക് ഒരു 10,000 DSLR സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാനുണ്ട് 500 DSLR ആണോ? DSLR 10,000 സ്റ്റാർട്ട് ചെയ്യും. ഇത് 12 സ്റ്റാർട്ട് ചെയ്യും. 12 10ന്റെ ഉണ്ട്. പക്ഷെ അത് വീഡിയോഗ്രാഫി ഇല്ല, ഫോട്ടോ മാത്രം എടുക്കുന്നു. അതുകൊണ്ട് 1000D എന്ന് പറഞ്ഞ ക്യാമറ. പിന്നെ ലെൻസുകളുണ്ട് അല്ലേ? ലെൻസൊക്കെ എന്നാ റേറ്റിൽ? ലെൻസ് ഓരോ ആവശ്യങ്ങൾ പോലെ 50mm പ്രൈം ലെൻസ് ഒക്കെ ആണെങ്കിൽ 4,000 രൂപ ഒക്കെ തൊട്ടുണ്ട്. 4,000 തൊട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് കിട്ടും. പിന്നെ സൂം ലെൻസുകൾ, ഫംഗ്ഷൻ ലെൻസുകൾ, അങ്ങനെ പല കാറ്റഗറി വരുന്നുണ്ട്. ഇത് 1500 എന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ടീഷൻ കിട്ടാൻ പാടാ. 5D Mark III. ഇത് വന്നിട്ട് റേറ്റ് 52,000 രൂപ വരുന്നുണ്ട്.
ബോഡി മാത്രം 50,000 ഷട്ടർ അത്രാണ്ട് ആയിട്ടുള്ളൂ. തീർത്ത് ഉപയോഗിച്ചില്ല, പേഴ്സണലി ഉപയോഗിച്ചു, പ്രൊഫഷണൽ യൂസ് ഒന്നും അല്ല. പ്രൊഫഷണൽ യൂസ് അല്ല. ഞാൻ എനിക്കൊരു DSLR വേണം, ഞാൻ വരുന്നുണ്ട്. ഇത് ജിമ്പിലൊക്കെ സെക്കൻഡാണ് ഇരിക്കണേ. എല്ലാം സെക്കൻഡാണ്. അതൊക്കെ എല്ലാം വർക്കിംഗ് അല്ലേ? നമ്മളൊന്നും അല്ലല്ലോ. അതൊക്കെ എന്നാ റേറ്റ് വരും? 13,000 ഒക്കെ തൊട്ടുണ്ട്. ഒരു 1 kg ബിലോ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ഗിംബൽ. പിന്നെ കുറച്ചുകൂടി ഹെവിനെസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു 18,000 16,000 അങ്ങനെ വന്ന റേഞ്ച് വരും. മൊബൈൽ ഗിംബൽ ആണെങ്കിൽ ഒരു 4,500 5,500 6,000 ഡ്രോൺ ഉണ്ടല്ലേ? ഡ്രോൺ ഒക്കെ എന്നാ റേറ്റ് വരുന്നത്? ഇതാണെങ്കിൽ ഫാൻറ്റം 4 ആണ്. 4 കിലോമീറ്റർ ഏരിയയിലൊക്കെ പോകുന്നതാണ്. 2 ബാറ്ററി, ഒരു ഐപാഡ് എല്ലാം കൂടി കൂട്ടി 58 രൂപ കിട്ടും. ഇതൊക്കെ ട്രിറ്റലി 200-500 ലെൻസുകളൊക്കെ. ഇത് പുതിയ 88,000 ആണ്. നമ്മുടെ റേറ്റ് 58,000. ഇത് ഫംഗസ് അടിച്ചാൽ കുറച്ച് ക്ലീനിങ് കോസ്റ്റ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് റേറ്റ് കൂടുതലുള്ള ലെൻസുകളൊക്കെ ഇങ്ങനെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ 38,000 150-600 നിക്കൺ മോഡ്. GoPro 11 പിന്നെ കൂടെ നമ്മൾ വോൾട്ട. നമുക്ക് ബാറ്ററിയാണ് GoProയുടെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്ക് ഇതില്ലാതെ പറ്റത്തില്ല. GoPro 11 മേടിച്ചു. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. GoPro 11 ചെറിയൊരു വീഡിയോ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആ ഒരു വലിയ പ്രശ്നം നമുക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. അതായത് HEVC എന്ന് പറയുന്നത് ഹൈ ഡെഫിനേഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള എന്തോ സംവിധാനമാണ്. എന്താണ് HEVC എന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ ഒരു ധാരണയൊന്നും നമുക്കില്ല. എന്നാലും ഒരു ഹൈ ഡെഫിനേഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള എന്തോ സംവിധാനമാണ് എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്ലേ ആകുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നു. അപ്പം H.265 എന്നത് നമ്മുടെ HEVC, H.265 എന്നുള്ളത് HEVC, H.264 എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള, അതായത് അതാണ് നമ്മുടെ നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ സപ്പോർട്ട് ആകുന്നത്. നമ്മുടെ എഡിറ്റിങ്ങിലാണെങ്കിലും സപ്പോർട്ട് ആകുന്ന അതാണ്. നമുക്ക് ഈ ഒരു GoPro 11 ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഒരു HEVC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ, ഒരു മാർഗം നമുക്ക് 11 ഇല്ല എന്നുള്ളതാണ്. നമുക്ക് 9-ലായാലും 10-ലായാലും 8-ലായാലൊക്കെ നമുക്ക് 8-ലാണേലും അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് H.265 നിന്ന് H.264 മാറ്റാൻ സാധിക്കും. പക്ഷേ 11-ൽ അത് സാധിക്കില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താ പറയുക, നമുക്ക് എല്ലാവരുടെയും സിസ്റ്റം വലിയ അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റം ഒന്നും ആകണമെന്നില്ല. നമ്മുടെ ഒരു വില കൊടുത്ത് നമ്മൾ GoPro മേടിക്കുന്നത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട്, അതായത് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കൂടിയ ക്യാമറകളെല്ലാം നമ്മൾ മേടിക്കുന്നത്. പക്ഷെ ആ ഒരു ക്യാമറ മേടിച്ചതിനൊപ്പം തന്നെ നമുക്ക് സിസ്റ്റം കൂടെ അപ്ഡേറ്റ് ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഞാൻ നേരിട്ടൊരു പ്രശ്നം, ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് ആളുകൾ ചിലപ്പോൾ 11 എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 9-നും 10-നും ആ ഒരു ഓപ്ഷൻ മാറ്റാൻ സാധിക്കും. 11-ന് അത് സാധിക്കത്തില്ല, നിലവിലില്ല. ഇനി പുതിയ അപ്ഡേഷൻ വല്ലതും നടക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന കാര്യം നമുക്കറിയത്തില്ല. നിലവിലെ അവസ്ഥ ഇതാണ്. യൂട്യൂബിലൊക്കെ എന്താണ് ഇതൊരു മാർഗം എന്ന് നമ്മൾ നോക്കി. അപ്പം HEVC കോഡ് എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അത് വെബിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ
വീഡിയോ ഒന്ന് പ്ലേ ആയി എന്ന് പറയാം. എന്നാലും സ്റ്റില്ലായിട്ടാണ് പ്ലേ ആവുന്നത്. ഒരു ഫ്ലോ എന്ന് വരുന്നില്ല, സ്റ്റില്ലായിട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ എഡിറ്റിങ്ങിലേക്ക് ഞാൻ ഫിലിമോറയും അഡോബ് പ്രീമിയറുമാണ് ഉപയോഗിക്കുന്നത്. ഫിലിമോറയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിലിമോറയിലേക്ക് കയറ്റിയപ്പോഴും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ടൈം ലൈനിലേക്ക് വലിച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റില്ലാവും, നമുക്കൊരു സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. GoPro 11 എടുക്കാൻ പോകുന്ന ആളുകൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനൊരു പരിഹാരമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വീഡിയോ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുക. അതായത് റെക്കോർഡ് ചെയ്തതിന് ശേഷം 2K 4K എന്തെങ്കിലും ആണ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത സാധനം നേരെ നമ്മൾ ഫിലിമോറ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ഞാൻ എക്സ്പോർട്ട് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ 265 എന്നുള്ളത് 264ലേക്ക് മാറും. അതിനുശേഷം അത് വീണ്ടും നമ്മുടെ ഫിലിമോറയിലേക്ക് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആ കാര്യം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ബൈ.